ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നലെ എൻ്റെ വെയ്റ്റിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും എല്ലാം നിങ്ങൾ കണ്ടതാണ്. എത്ര പോയി, എത്ര വന്നു, സ്റ്റാർട്ടിങ് എത്രയാണ്, എൻ്റെ എത്രയാണ് എന്നെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാത്തവർ എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിന്ന് നേരെ തന്നെ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോൾ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിന്ന് പറയുന്നത് ജീരക വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബെലി ഫാറ്റും അമിതമായിട്ടുള്ള നമുക്ക് ഈ പറയുന്ന കൊഴുപ്പ് കുറയ്ക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യത്തിനെ പറ്റിയിട്ടാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിങ്ങളോട് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ജീരക വെള്ളം മാത്രം കൊണ്ടിട്ട് നമുക്കൊരിക്കലും ഈ പറയുന്ന ഫാറ്റ് ലോസ് അല്ലെങ്കിൽ വെയിറ്റ് ലോസ് സംഭവിക്കില്ല. ജീരക വെള്ളം നമ്മൾ വെയിറ്റ് ലോസിൽ ഇരിക്കുമ്പോൾ അതിൽ പ്ലസ് ജീരകത്തിന്റെ കണ്ടന്റും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വെയിറ്റ് ലോസ് സംഭവിക്കും. ഇത് കേട്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇനിയുള്ള കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണുക, പകുതി കൊണ്ട് നിർത്താൻ വേണ്ടിയിട്ട് പാടില്ല. ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ ഞാൻ പറയുന്നതിൽ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ജീരക വെള്ളം, ചിയാ സീഡ്, ജിഞ്ചർ വാട്ടർ, പിന്നെ ലെമൺ വാട്ടർ, ഇതൊന്നും ഒറ്റയ്ക്ക് നമുക്ക് കുടിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്നത് നമുക്ക് വെയിറ്റ് ലോസ് സംഭവിക്കില്ല എന്നുള്ളൊരു കാര്യം ആദ്യം മനസ്സിലാക്കുക. പിന്നെ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യങ്ങൾ നമ്മൾക്ക് പ്ലസ് നമ്മുടെ ഫുഡിലും കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പോലെ പല പല കാര്യങ്ങൾക്ക് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് ജീരക വെള്ളത്തിനെ പറ്റി പറയാം. ഞാൻ ഓൾറെഡി ചിയാ സീഡിനെ പറ്റിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ജീരക വെള്ളത്തിനെ പറ്റിയിട്ടാണ്. ഞാൻ പറയുന്ന ജീരകം ചെറിയ ജീരകമാണ്, വലിയ ജീരകമല്ല. ഈ വലിയ ജീരകമാണ് നമുക്ക് ഈ ഫ്ലേവറിങ് ഏജന്റ്, മറ്റേ മസാല പോലുള്ള കാര്യങ്ങൾ. ചെറിയ ജീരകത്തിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ ഒരു ചെറിയ ജീരകം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫാറ്റ് പെട്ടെന്ന് കളയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ജീരകം എന്ന് പറയുന്ന. അസിഡിറ്റി ഉള്ളവർക്ക് നല്ലതാണ്, നമ്മുടെ മെറ്റാബോളിസം കൂട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അങ്ങനെയുള്ള പല പല നല്ല കാര്യങ്ങൾ ഈ ജീരകത്തിനകത്തുണ്ട്. ഇപ്പോൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിൽ ഇരിക്കുന്ന സമയത്ത് മീൻസ് ഈറ്റിംഗ് വിൻഡോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് ജീരകം കേട്ടോ, ഒരു സ്പൂൺ ജീരകം ഒന്നും നമുക്ക് കഴിക്കേണ്ട കാര്യമില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ ജീരകത്തിനെ തലേ ദിവസം സോക്ക് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം ആ വെള്ളം കുടിക്കാം. അതല്ലാത്ത പക്ഷം ഒരു 2 നുള്ളു ജീരകത്തിനെ നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 3 മിനിറ്റോ ഒരു 2 മിനിറ്റോ നല്ല രീതിയിൽ തിളപ്പിക്കും. നമുക്ക് കാണാൻ പറ്റും അതിലുള്ള ഒരു മഞ്ഞ കളർ ഇറങ്ങി വരും. എന്നിട്ട് നമുക്ക് കുടിക്കാവുന്ന പാകത്തിൽ നമുക്ക് എടുത്ത് കുടിക്കാവുന്നതാണ്. ജീരകവും കൂടെ കഴിക്കാം. ജീരകം ചിലവർക്ക് ഇഷ്ടമല്ല കഴിക്കുന്നത്, എനിക്കിഷ്ടമാണ്. ഞാൻ ജീരകം കുടിക്കും. എനിക്ക് ഇഞ്ചി വെള്ളം ഇഷ്ടമാണ്, ജീരക വെള്ളം ഇഷ്ടമാണ്. ഇതൊക്കെ ഞാൻ കുടിക്കും. അപ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ ചേർത്ത് കുടിക്കാനും കുറച്ച് ജീരകം നമുക്ക് കഴിക്കാനും ശ്രമിക്കാം. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാൻ നേരത്ത് അതുവഴി നമുക്ക് ഈ പറയുന്ന അസിഡിറ്റി എന്ന് പറയുന്നത് കുറയ്ക്കും. എന്നിട്ടൊരു 10-15 മിനിറ്റിന് ശേഷം നമ്മൾ ഈ പറയുന്ന ഫുഡ് കഴിക്കുക. വെറും വയറ്റിൽ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ചിലവർക്ക് ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ ചില ഇങ്ങനെ അസിഡിറ്റി പോലുള്ള കാര്യങ്ങൾ വരും. അവരെന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫുഡ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ജീരക വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, സോക്ക് ചെയ്തിട്ട് കുടിക്കുന്ന കാര്യവും ഞാൻ പറഞ്ഞു, ചൂടാക്കി കുടിക്കുന്ന കാര്യം പറഞ്ഞു. ഇനി ജീരകം നമ്മുടെ ലൈഫിൽ അല്ലാതെ തന്നെ ഉണ്ട്. നമ്മൾ തോരൻ വെക്കുമ്പോൾ കുറച്ച് ജീരകം ഇടുന്നുണ്ട്, നമ്മൾ പുളിശ്ശേരി വെക്കുമ്പോൾ കുറച്ച് ജീരകം ഇടുന്നുണ്ട്. അപ്പൊ നമ്മൾ ചില ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ജീരകം നമ്മൾ ഇടും, ഇല്ലേ? ഇതും നമുക്ക് നല്ലതാണ്. നമ്മൾ പോലും അറിയാതെ നമ്മളെ ഫുഡിന്റെ രീതി അനുസരിച്ചാണ് ഈ പറയുന്ന വെയിറ്റ് ലോസ് നമുക്ക് സംഭവിക്കുന്നത്. ഈ വെയിറ്റ് ലോസ് എന്ന് പറയുന്ന കാര്യം ഒരു പരിധി വരെ നമ്മൾ ഡയറ്റ് എടുക്കും. ബാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫുഡില്ലേ നമ്മൾ കഴിക്കും, നമ്മൾ തോരൻ കഴിക്കും, പിന്നെ നമ്മൾ ചോറ് കഴിക്കും. അപ്പൊ ഇതിനകത്ത് നിന്ന് തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് കിട്ടും. അതിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ജീരകം എന്ന് പറയുന്നത്. നമ്മൾ പീരീഡ്സിലൊക്കെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ബ്ലോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ജീരക വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ജീരക വെള്ളം കുടിക്കാൻ പാടില്ലാത്ത ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരുപാട് ഗ്യാസ് ട്രബിൾ പ്രോബ്ലം, ലോ BP ഉള്ളവര്, ഈ പ്രഗ്നന്റ് ആയിട്ട് ഇരിക്കുന്നവരെല്ലാം ഈ പ്രഗ്നൻസി ടൈമിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡോക്ടേഴ്സിനോട് ചോദിച്ചിട്ട് ചെയ്യാന്ന് പറയുന്ന പോലെ ജീരക വെള്ളം കൺസ്യൂം ചെയ്യുമ്പോഴും ഡോക്ടറിനോട് ചോദിച്ച് കുടിക്കുക. ഓക്കെ, ഇങ്ങനെയുള്ളവരൊന്നും കൂടുതലായിട്ട് ജീരകം എടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. പിന്നെ നമ്മളെ ഈ ജീരകത്തിനകത്ത് ഒരുപാട് ആന്റി ഓക്സിഡൻസ് ഉണ്ട്. ഈ ആന്റി ഓക്സിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ
പ്രത്യേകിച്ചൊരു നമ്മുടെ ഫേസിന് ഒരു ഗ്ലോ തരിക, ഹെയറിന് നല്ലതാണ്, ഏജിങ് പ്രോപ്പർട്ടി, നമുക്ക് ഏജ് ആവുന്നത് കുറയ്ക്കാൻ പറ്റുന്നതാണ് ഈ ആന്റി ഓക്സിഡൻസ് എന്ന് പറയുന്ന ആ ഒരു കാര്യം ഈ പറയുന്ന പോലെ നമ്മുടെ ജീരക വെള്ളത്തിനകത്തുണ്ട്. അപ്പൊ ജീരക വെള്ളം കുടിക്കുന്നത് എത്രയും നല്ല കാര്യങ്ങളാണ്. നമ്മുടെ ഫേസ്, നമ്മുടെ സ്കിന്ന്, നമ്മുടെ ഹെയർ, ഇതെല്ലാം നമ്മളെ ഫുഡിനെ കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഞാൻ പറഞ്ഞു, നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ ചില ആൾക്കാരെ കാണാനായിട്ട് നല്ല ഭംഗിയായിട്ട് പിന്നെ കൂടി വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ഫുഡ് പ്ലസ് നമ്മൾ ഈ പറയുന്ന വെയിറ്റ് ലോസ്, നമ്മൾ ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുമ്പോൾ തന്നെ ഈ കറുത്ത പാട് കാര്യങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിൽ നിന്ന് അങ്ങ് പോകും. അപ്പൊ അതുകൊണ്ട് ഇതുപോലത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള ഫുഡിനകത്ത് വരും എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയതിന് ശേഷം അതും കൂടെ ചേർത്ത് നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എപ്പോഴും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ പറയുന്ന ജീരകത്തിനകത്ത് ഒരുപാട് മിനറൽസ്, ഒരുപാട് വിറ്റമിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വിറ്റമിൻ എ, സി, ഇ, ബി എന്ന് പറയുമ്പോൾ B1, B2, B6 ഇങ്ങനെ ഒരുപാട്. അപ്പൊ നോക്കുമ്പോൾ തന്നെ വിറ്റമിൻസിന്റെ ഒരു കലവറ അത് നമുക്കുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ മിനറൽസിന്റെ കാര്യം പറയുമ്പോൾ അയൺ, മഗ്നീഷ്യം, സിങ്ക്, കാൽഷ്യം, പൊട്ടാഷ്യം ഇതുപോലെയുള്ളതും ഉണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, വിറ്റമിൻസ്, മിനറൽസ്. ഇനി മാക്രോ ന്യൂട്രിയൻസ്, ചെറിയ അളവിൽ മാക്രോ ന്യൂട്രിയൻസ് ആയിട്ടുള്ള ഫൈബർ ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ഹെൽത്തി ഫാറ്റും ഉണ്ട്. അപ്പോൾ ഒരു ഡയറ്റ് എടുക്കുന്ന ആൾക്ക് ഇതിൽ കൂടുതൽ നമുക്ക് ഇനി എന്താണ് വേണ്ടത്, അല്ലേ? അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൂടി കമ്പൈൻ ചെയ്ത് വരുമ്പോൾ തന്നെ ആ ഒരു ജീരകത്തിന്റെ ഗുണം നമ്മുടെ ശരീരത്തിൽ തന്നെ കിട്ടും. പണ്ട് നമ്മൾ യൂസ് ചെയ്തിരുന്നത് ജീരകത്തിന്റെ രുചി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ വിചാരിച്ചത്, രുചി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അങ്ങനെയല്ല, ജീരകം നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ, നമ്മുടെ കേരള ഫുഡ് സ്റ്റൈലിൽ ഒരുപാട് വെജിറ്റബിൾസ്, ഒരുപാട് മസാല കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചേർക്കുമ്പോൾ നമുക്കറിയില്ല, നമുക്കിത് ടേസ്റ്റ് മാത്രം, പക്ഷെ ഇതിന് ഓരോ കാര്യങ്ങൾക്കും ഓരോ ഗുണങ്ങളുണ്ട്. ഓക്കെ, അതാണ് ആദ്യം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. അപ്പോൾ ഇതൊക്കെ ചേർന്നിട്ടാണ് നമ്മുടെ ജീരകം നമ്മുടെ ശരീരത്തിൽ ഒരു ഫാറ്റ് ബേൺ ആയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ, അടിവയറ് കുറയ്ക്കാനൊക്കെ ഈ പറയുന്ന ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറ്റും. കാര്യം ഇത് കഴിക്കുമ്പോൾ നമുക്ക് ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉണ്ടെങ്കിൽ പോകും. ഈ കുറെ വയറെല്ലാം വീർത്തിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഗ്യാസ് ട്രബിൾ കൂടുന്നത് കൊണ്ടാണ്. നമുക്കിത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പോലെ ഞാനിപ്പോൾ ചെയ്യുന്ന ആ ഒരു മെത്തേഡ്, ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൽ ഈറ്റിംഗ് വിൻഡോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ജീരക വെള്ളം വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്കിടയ്ക്കൊന്ന് വെള്ളം സിപ്പ് ചെയ്യണമെന്ന് നമുക്കുണ്ടല്ലോ, അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് വെള്ളം കുടിക്കുക. ദിവസത്തിൽ ഒരു 2 or 3 പ്രാവശ്യം ഒന്നും ജീരക വെള്ളം കുടിക്കുന്നതിൽ പ്രശ്നമില്ല. പണ്ട് നമ്മൾ സ്കൂളിൽ കൊണ്ടുപോകാൻ നേരത്ത് ബോട്ടിൽ നിറച്ച് ജീരക വെള്ളം കൊണ്ടുപോകരുത്. എനിക്കത് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ അവസാന അടിയിൽ കിടക്കുന്ന ജീരകം കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ജീരക വെള്ളം കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നാണ് ഇപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന. ഇതുപോലെ നമ്മൾ വെള്ളം എടുക്കുമല്ലോ, അപ്പൊ ആ ഒരു സമയത്ത് ജീരക വെള്ളം കുടിച്ചാലും മതി. ഈ നമ്മൾ പറയുന്ന പോലെ വെള്ളം ഞാൻ ഈ പറയുന്ന പോലെ നമ്മളിങ്ങനെ ബോട്ടിലാക്കി വെള്ളം വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി എപ്പോഴും ചൂടാക്കി കുടിക്കണ്ടല്ലോ, അപ്പൊ അതൊന്ന് കുടിച്ചാൽ മതി. പിന്നെ നമ്മൾ ഇഞ്ചി ഇട്ടിട്ടുള്ളത് കുടിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഗ്യാസ് ഒരുപാട് പോകാൻ വേണ്ടിയിട്ടും ഈ പറയുന്ന പോലെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതാണ് ജീരകത്തിനെ പറ്റിയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കറക്റ്റ് രീതിയിൽ നമ്മൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാകും. അതല്ലാതെ ഈ ഒരു കാര്യം മാത്രം എടുത്തുകൊണ്ട് നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഉണ്ടാവില്ല. പക്ഷെ ഈ ഒരു കാര്യം കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മളെ ഡയറ്റ് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവും. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനകത്തും ഈ പറയുന്ന പോലെ വെയിറ്റ് ലോസ് ചെയ്യാനുള്ള പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഫാറ്റ് ബേൺ ചെയ്യാനുള്ള പ്രോപ്പർട്ടീസ് അതിനകത്തുണ്ട്. അത് നമ്മൾ ആക്റ്റീവ് ആക്കുന്നെങ്കിൽ നമ്മൾ അത് വെയിറ്റ് ലോസ് ചെയ്തിരിക്കണം, മീൻസ് ഡയറ്റ് എടുത്തിരിക്കണം, എക്സസൈസ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഈ കഴിക്കുന്ന സാധനത്തിനകത്തുള്ള പ്രോപ്പർട്ടീസ് നമ്മുടെ ശരീരത്തിൽ ആക്റ്റീവ് ആവുള്ളൂ. അതാണ് എല്ലാവരും മിക്കുള്ള വീഡിയോസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഒറ്റ ഡ്രിങ്ക് കുടിച്ചാൽ നമുക്ക് വണ്ണം കുറയും. എങ്ങനെ കുറയും? ബാക്കിയെല്ലാം ഈ ഒരു ഡ്രിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 2-3% മാത്രമേ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് എന്താണ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത്. അപ്പോൾ ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് നല്ലൊരു ഡയറ്റ് പ്ലാൻ, നല്ലൊരു എക്സസൈസും കൂടി കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന കാര്യം പറ്റും. ഡീറ്റോക്സ് ഡ്രിങ്ക് എന്ന് പറയുമ്പോൾ വെറുതെ കുടിച്ചാൽ പോരാ, അതിൽ നമ്മൾ കുടിക്കുമ്പോൾ നമ്മൾ
ഡീറ്റോക്സ് ഡ്രിങ്ക് ഒക്കെ കുടിക്കുമ്പോൾ അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ കുടിക്കുക. നമ്മൾ ഈ ആയുർവേദത്തിന്റെ നമ്മൾ പഥ്യം നോക്കില്ലേ, അപ്പോൾ അവർ പറയും ഇത്ര ദിവസം ഇന്ന കാര്യം ചെയ്യാൻ പാടില്ല, മീൻ കഴിക്കാൻ പാടില്ല, മുട്ട കഴിക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെ നമ്മളോട് പറയും. അത് എന്തുകൊണ്ട്? ആ ഒരു മരുന്ന് നമ്മുടെ ശരീരത്തിൽ എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. ഈ സെയിം കാര്യം തന്നെയാണ് നമ്മൾ വെയിറ്റ് ലോസിനും ചെയ്യുന്നത്. നമ്മൾ വെയിറ്റ് ലോസിൽ ചില കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഒന്ന് എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചില കാര്യങ്ങളിനെ കൺട്രോൾ ചെയ്ത് വെച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ അത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കും. എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും വെയിറ്റ് ചെയ്യാം. ബൈ ബൈ.